അല്ലെങ്കിൽ ഈ കളറിലൊക്കെ എന്താ കാര്യമല്ലേ? ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ടുള്ള എൻ്റെ ലിപ്സിന് വിൻ്റർ ഡ്രൈനെസ്സും കൂടെ താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഞാനൊരു ബീറ്റ്റൂട്ട് ലിപ് ബാം ഉണ്ടാക്കിയത്. അങ്ങനെ ബീറ്റ്റൂട്ടിലെ വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഡ്രൈ ചെയ്ത് ആൽമണ്ട് ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എനിക്ക് പാളിപ്പോയിരുന്നു. ഒട്ടും ക്ഷമയില്ലാതെ ഞാൻ ബീറ്റ്റൂട്ട് ഡ്രൈ ചെയ്തത് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ റെഡ് പിഗ്മെൻ്റ് ആയിട്ടുള്ള ബീറ്റാലൈൻ എല്ലാം ഹീറ്റ് എക്സ്പോഷർ കൊണ്ട് ഡീഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ലിപ് ബാം ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. പക്ഷേ അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടതെന്ന് പിന്നെ മനസ്സിലായി. ബട്ട് ഞാൻ ആഡ് ചെയ്തിരുന്ന ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, ബീസ് വാക്സ്, വൈറ്റമിൻ ഇ ഓയിൽ, സാൻഡൽവുഡ് എസൻഷ്യൽ ഓയിൽ എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കളർ ഇല്ലെങ്കിലും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ബാമായിരുന്നു കിട്ടിയത്. ബേസിക്കലി ഐ ലേൺ സംതിങ്. എവറി എക്സ്പെരിമെൻറ്റ് ടീച്ചർ സംതിങ് ആൻഡ് ദാറ്റ്സ് എ റിയൽ സക്സസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ്, ഇറ്റ്സ് അബൌട്ട് ലേണിംഗ് ഈച്ച് ടൈം, അല്ലേ?